പീപ്പിൾസ് കാർ മാരുതി 800 ആ പേരിലാണ് അറിയപ്പെടുന്നത്. ജനങ്ങളുടെ കാർ എന്ന പേരിൽ മാരുതി 800നെ വിളിക്കുവാൻ ഒരു ചരിത്ര കഥയുണ്ട്. സാധാരണക്കാരന് അപ്രാപ്യമായിരുന്ന കാറിനെ സാധാരണക്കാരന്റെ വീട്ടിലേക്ക് എത്തിക്കുവാൻ ഇന്ത്യ ഗവൺമെന്റ് എടുത്ത ഇച്ഛാശക്തിയുടെ ഒരു വലിയ ചരിത്ര കഥ മാരുതി 800ന്റെ പിറവിക്ക് പിന്നിലുണ്ട്. മറ്റൊരു കാർ കമ്പനിയുടെ മോഡലിനും അവകാശപ്പെടാൻ കഴിയാത്ത വിൽപ്പനയുടെയും നിർമ്മാണത്തിന്റെയും കഥയാണ് മാരുതി 800ന് പറയാനുള്ളത്. ഇന്ത്യയിലെ സാധാരണക്കാരന്റെ വീടുകളിൽ കാർ എത്തിക്കുവാൻ ഒരു ഗവൺമെന്റ് 13 വർഷത്തോളം നടത്തിയ പരിശ്രമത്തിന്റെ ചരിത്ര കഥയും മാരുതി 800 എന്ന കാറിന്റെ ഉത്ഭവത്തോട് ചേർത്ത് പറയേണ്ടതാണ്. സാധാരണക്കാരന് കാർ എന്നത് ആ കാലഘട്ടത്തിൽ പൂർത്തിയാകാത്ത വെറുമൊരു സ്വപ്നം മാത്രമായിരുന്നു. സ്വന്തമായി ഒരു കാർ എന്ന സ്വപ്നം കണ്ട പലരും മാരുതി 800 എന്ന ഈ കുഞ്ഞൻ കാർ സ്വന്തമാക്കി. കാലക്രമേണ ഇന്ത്യൻ റോഡുകളിലെ രാജാവായി 800 ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിൽപ്പനയുടെ ചരിത്രം കുറിച്ച് 31 വർഷം നീണ്ട അതിന്റെ ചരിത്രയോട്ടം പൂർത്തിയാക്കി വിടവാങ്ങി. ഇപ്പോഴും ഇന്ത്യൻ റോഡുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന 800 എന്ന നമ്മുടെ കുഞ്ഞൻ രാജാവിന്റെ കഥ. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി 800ന്റെ ചരിത്രത്തിലേക്ക് കടക്കാം. പ്രീമിയർ പത്നിയും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അംബാസഡറും മാത്രം ഇന്ത്യൻ റോഡുകളിൽ ഓടിക്കൊണ്ടിരുന്ന 70കൾ. ഇന്ത്യയിലെ ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്ത് എന്തുകൊണ്ട് വില കുറഞ്ഞ ചെറുകാറുകൾ നിർമ്മിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്നത്. 1971 മുതലാണ് കാർ നിർമ്മാണം എന്ന പദ്ധതി തുടങ്ങുന്നത്. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. ഇംഗ്ലണ്ടിൽ പോയി മെക്കാനിക്കൽ ബിരുദമെടുത്തത് മാത്രമായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ പിൻബലം. സഞ്ജയ് ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ കമ്പനി രൂപീകരിച്ചു. പല കമ്പനികളുമായി കരാറുണ്ടാക്കി വർഷങ്ങളോളം ചർച്ചകൾ നടത്തിയെങ്കിലും സഞ്ജയ് ഗാന്ധിക്ക് കാർ നിർമ്മാണത്തിൽ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല എന്നതായിരുന്നു സത്യം. കാർ നിർമ്മിച്ചില്ലെങ്കിലും പലരിൽ നിന്നും ഭീമമായ തുകകൾ പിരിച്ചത് അഴിമതി ആരോപണങ്ങൾക്കും ഇടയാക്കി. ആ അഴിമതി കഥകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ആഞ്ഞടിച്ചു. 1980 സഞ്ജയ് ഗാന്ധി ദാരുണമായി മരണപ്പെടുന്നതോടുകൂടി ഇന്ത്യയുടെ ആ കാർ നിർമ്മാണം എന്ന സ്വപ്നം അടഞ്ഞു എന്ന് തന്നെ രാഷ്ട്രീയ എതിരാളികൾ വരെ കരുതി. ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുന്നതോടുകൂടിയാണ് കാറിന്റെ ശരിക്കുള്ള പിറവി യാഥാർത്ഥ്യമാകുന്നത്. 1981 മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ദേശസാൽകൃത കമ്പനി രൂപീകരിച്ചു. പഴയ ഓഹരി ഉടമകൾക്ക് 434 ലക്ഷം രൂപ നഷ്ടപരിഹാരവും നൽകി. ജപ്പാനിലെ പ്രമുഖ കാർ നിർമ്മാതാക്കളായിരുന്ന സുസുക്കിയുമായി 1982 കരാർ ഒപ്പുവെച്ചു. സുസുക്കിക്ക് 26% ഓഹരി പങ്കാളിത്തത്തോടുകൂടിയായിരുന്നു കരാർ. ഹരിയാനയിലെ ഗുഡ്ഗാവിലായിരുന്നു മാരുതിയുടെ പ്ലാന്റ്. കരാർ ഒപ്പുവെച്ച് ഒരു വർഷത്തിനുള്ളിൽ ആദ്യ മാരുതി 800 പുറത്തിറങ്ങി. മാരുതി 800ന്റെ വിൽപ്പനയിലും ഉണ്ടായിരുന്നു പ്രത്യേകത. 47,500 രൂപയായിരുന്നു അന്ന് മാരുതി 800ന്റെ വില. 10,000 രൂപ നൽകി ബുക്കിംഗ് ആരംഭിച്ചു. കാർ നിർമ്മാതാക്കളെ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു ബുക്കിംഗ്. കാർ വിപണിയിലെത്തുന്നതിന് 60 ദിവസം മുമ്പേ ബുക്കിംഗ് ആരംഭിച്ചു. നിരവധി ആളുകൾ ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് നറുക്കെടുപ്പിലൂടെയായിരുന്നു ആദ്യ വിൽപ്പനക്കാരനെ തിരഞ്ഞെടുത്തത്. 1983 ഡിസംബർ 14 എന്ന ചരിത്ര ദിനത്തിൽ 800ന്റെ ആദ്യ വിൽപ്പന നടന്നു. ഇന്ത്യൻ എയർലൈൻസ് ജീവനക്കാരനായിരുന്ന ഹർപാൽ സിംഗ് എന്ന സിഖുകാരന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി DIA 6479 എന്ന ആദ്യ മാരുതി 800 കാറിന്റെ താക്കോൽ കൈമാറി. അന്ന് ഇന്ത്യൻ റോഡിലേക്ക് ഫസ്റ്റ് ഗിയർ ഇട്ട മാരുതി 800ന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എതിരാളികൾക്ക് മുന്നിലേക്ക് കുതിക്കുവാനായിരുന്നു നിയോഗം. 4 വീൽ ഡ്രൈവ് സിസ്റ്റത്തിൽ നിന്ന് മാറി മാരുതി 800 ഫ്രണ്ട് ഡ്രൈവ് എന്ന സാങ്കേതിക വിദ്യയോടുകൂടിയാണ് പുറത്തിറങ്ങിയത്. ഇത് കാറിന്റെ വില ഗണ്യമായി കുറയ്ക്കുന്നതിന് മാരുതിയെ സഹായിച്ചു. 796 cc എഞ്ചിനായിരുന്നു ആദ്യ 800 ഉണ്ടായിരുന്നത്. 3 സിലിണ്ടർ, കാർബറേറ്റർ എന്നിവയും ഉണ്ടായിരുന്നു. സീറ്റ് ബെൽറ്റ് ആദ്യത്തെ 800 ഉണ്ടായിരുന്നില്ല. നിർമ്മാണം നിർത്തുമ്പോഴും 800 796 cc തന്നെയാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് പലർക്കും അന്ന് 800 സ്വന്തമാക്കാൻ കഴിഞ്ഞത്. 3 വർഷം വരെ കാത്തിരുന്നവർ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് പോപ്പുലറായിരുന്നു വാഹനം. ആദ്യ വർഷം 10,000 കാറുകൾ കമ്പനി നിർമ്മിച്ചു. തൊട്ടടുത്ത വർഷം 45,000 നിർമ്മാണം ഉയർന്നു. പിന്നീട് 65,000 ഉൽപാദനം ഉയർന്നു. 31 വർഷം കൊണ്ട് 26 ലക്ഷം കാറുകളാണ് മാരുതി 800 വിറ്റഴിച്ചത്. വിൽപ്പനയിൽ മാത്രമല്ല അപകട മരണങ്ങളിലും കണക്ക് ലക്ഷങ്ങളിലേക്ക് കടക്കും. നമ്മുടെ ക്രിക്കറ്റ് ദൈവം സച്ചിൻ തെണ്ടുൽക്കർ വരെ ആദ്യമായി സ്വന്തമാക്കിയ കാർ മാരുതി 800 ആയിരുന്നു. പണക്കാരനെന്നോ പാവപ്പെട്ടവനോ എന്ന വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ ജനങ്ങൾ മാരുതി 800 ഏറ്റെടുത്തു.
എത്രയെത്ര സിനിമകളിൽ ഒരു സൂപ്പർ നായകനെ പോലെ 800 നിറഞ്ഞു നിൽക്കുകയാണ്. കേരളത്തിൽ ആദ്യമായി മാരുതി 800 എത്തുന്നത് തലശ്ശേരിക്കാരനായ അഹമ്മദ് കുട്ടിയുടെ വീട്ടിലേക്കാണ്. 1987 മുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് 800 കയറ്റുമതി ചെയ്യപ്പെട്ടു. ആദ്യമായി ഇറക്കിയ 800-ന് സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നില്ല. വിദേശ കയറ്റുമതി ആരംഭിച്ചതോടുകൂടി സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെ പുതിയ രൂപമാറ്റങ്ങൾ മാരുതിയിലേക്ക് വന്നു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായും അന്ന് 800 കയറ്റുമതി ചെയ്തത്. പിന്നീട് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും കയറ്റുമതി തുടങ്ങി. 1987 ഹംഗറിയിലേക്കും തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും 800 കയറ്റുമതി ചെയ്യപ്പെട്ടു. 89 ഫ്രാൻസിലേക്കും 90 നെതർലാൻഡ്സിലേക്കും പിന്നീട് ഇംഗ്ലണ്ട്, മാൾട്ട, ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും 800 കയറിപ്പോയി. 47,500 രൂപയിൽ വിൽപ്പന ആരംഭിച്ച മാരുതി 800 2013 വിൽപ്പന അവസാനിപ്പിക്കുമ്പോൾ 2.25 ലക്ഷം രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരുന്നത്. BS6 മലിനീകരണ നിയന്ത്രണങ്ങളോടുകൂടിയാണ് മാരുതി 800-നെ ഇന്ത്യൻ റോഡുകളിൽ നിന്നും പിൻവലിക്കുവാൻ തീരുമാനിക്കുന്നത്. ആൾട്ടോയുടെ വിജയക്കുതിപ്പും 800-നെ പിൻവലിക്കുവാൻ മാരുതിക്ക് പ്രചോദനമായി. 31 വർഷത്തെ തേരോട്ടം 2013 ജനുവരി 18-ന് അവസാനമായി പുറത്തിറക്കിയ ചുവന്ന കാറിലൂടെ അവസാനിച്ചു. അവസാനമായി പുറത്തിറങ്ങിയ ചുവന്ന 800-നെ പ്ലാന്റിലെ ജീവനക്കാർ കരഘോഷങ്ങളോടുകൂടിയാണ് ഷിലോങ്ങിലുള്ള ഡീലറിലേക്ക് യാത്രയച്ചത്. ആദ്യ മാരുതി 800 സ്വന്തമാക്കിയ ഹർപാൽ സിംഗ് 27 വർഷമാണ് 800 ഉപയോഗിച്ചത്. 2010 അദ്ദേഹം മരിച്ചു. 2012 ഭാര്യ ഗുൽഷൻബീർ കൗർ മരിച്ചു. ഇരുവരുടെയും മരണശേഷം മക്കൾ ആരും തന്നെ ആദ്യ 800-നെ ഉപയോഗിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്തില്ല. വീടിന്റെ പുറത്ത് കിടന്ന് വെയിലും മഴയുമേറ്റ് ഇന്ത്യയുടെ ആദ്യ 800 തുരുമ്പെടുത്ത് നശിക്കുവാൻ തുടങ്ങി. ഈ കാറിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലുമൊക്കെയായി നിറഞ്ഞതോടെ വീട്ടുകാർ കാർ പണിതെടുക്കുവാൻ തീരുമാനിച്ചു. വീടിനടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചെങ്കിലും പഴയ പാർട്സുകൾ ലഭ്യമല്ലാത്തതിനാൽ പണി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. വാർത്തയറിഞ്ഞ മാരുതി കമ്പനി തന്നെ നേരിട്ടെത്തി വാഹനം ഉടമയിൽ നിന്നും വാങ്ങി ഡൽഹിയിലെ ഷോറൂമിൽ തങ്ങളുടെ ആദ്യ മാരുതി 800 പുനഃസ്ഥാപിച്ചു. DIA 6479 എന്ന ആദ്യ മാരുതി സുസുക്കി 800-നൊപ്പമുള്ള ചിത്രം മാരുതി സെയിൽസ് മാർക്കറ്റിംഗ് സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശശാങ്ക് ശ്രീവാസ്തവ എക്സിൽ പങ്കുവച്ചു. 75 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിൽ ആദ്യ ചുവട് വെച്ചതുപോലെ 40 വർഷം മുമ്പുള്ള മാരുതി സുസുക്കി എന്നായിരുന്നു ഫോട്ടോയ്ക്ക് അദ്ദേഹം നൽകിയ അടിക്കുറിപ്പ്. ഇനി ഏതായാലും മാരുതി 800 പോലൊരു ജനകീയ കാർ നമ്മളിലേക്ക് വരാനില്ല. അങ്ങനെ ആര് വന്നാലും തുടച്ചു മാറ്റാൻ കഴിയാത്തൊരു ചരിത്രം എഴുതിവെച്ചാണ് മാരുതി 800 ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ അടിവരയിടുന്നത്.